ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവായ വിശുദ്ധ കന്യകാമറിയാമിൻ്റെ ജനന പെരുന്നാളിന് ഒരുക്കമായ 8 നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണല്ലോ നാം ഏവരും. ഈ നിമിഷത്തിൽ നമുക്ക് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ വിളങ്ങി നിന്ന ദൈവീക സുകൃതങ്ങൾ നമ്മുടെ ജീവിതത്തിലും എപ്രകാരമാണ് ഫലം ചെയ്യാൻ സാധ്യമാകുന്നത് എന്നുള്ളതിനെപ്പറ്റി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമുക്കൊരല്പസമയം ചിന്തിക്കാം. പരിശുദ്ധ മറിയം മാലാഖയുടെ മുൻപിലും കുരിശിൻ ചുവട്ടിലും എന്ന വിഷയത്തെപ്പറ്റി ഒരല്പസമയം നമുക്ക് ഒന്ന് ധ്യാനിക്കാം. നാം ആദ്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധ ദൈവമാതാവിനെ കാണുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യത്തിലാണ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിലെ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ തുടർന്ന് നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ഗബ്രിയേൽ ദൂതൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ മറിയം അസ്വസ്ഥയാകുന്നു എന്നാണ്. അവൾ ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിൽ ചിന്തിച്ചു. ആ ചിന്തിച്ചു എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗ്രീക്ക് ബൈബിളിൽ അതിനെപ്പറ്റി പറയുന്നത് അവൾ ദൈവത്തോടൊത്ത് ആലോചിച്ചു എന്നാണ്. അതിൻ്റെ യഥാർത്ഥമായ മീനിങ് എന്ന് പറയുന്നത് അതാണ്. അവൾ ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്തെന്ന് ദൈവത്തോടൊത്ത് ആലോചിച്ചു. അപ്പോൾ ഈ ദൈവത്തോടൊത്ത് ആലോചിക്കുക എന്ന് പറയുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഒരു പശ്ചാത്തലം ഉണ്ട്. കാരണം പരിശുദ്ധ ദൈവമാതാവ് ബാല്യം മുതൽ തന്നെ ദേവാലയത്തിൽ പുരോഹിതന്മാരോടൊത്ത് ദേവാലയ ശുശ്രൂഷകളോടൊത്ത് വളർത്തപ്പെട്ട മകളാണ്. ഈ മകള് ദൈവത്തിൻ്റെ ആലോചന, അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ജനനം മുതൽ പരിശീലനം ലഭിച്ചവളാണ്. കാരണം ബൈബിളിൽ നമുക്ക് അപ്രകാരമുള്ള ഒരു കാര്യം വായിച്ചെടുക്കാൻ സാധിക്കില്ല. സഭയുടെ പാരമ്പര്യങ്ങളിൽ പറയുന്ന മറിയത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബാല്യം മുതലേ താൻ ദൈവത്തിനുള്ളവളാണ് എന്നുള്ള ഒരു ചിന്ത മറിയത്തിൽ രൂഢമൂലമായിരുന്നു. അതിനാൽ ബാല്യം മുതൽ തന്നെ അവൾ സ്വന്തം ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തോട് ആലോചിച്ചിരുന്നു. ആ ആലോചനയുടെ ഫലമാണ് നാം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിനകത്ത് ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്ത അറിയിക്കുന്ന സന്ദർഭത്തിൽ അവൾ ദൈവത്തോടൊത്ത് ആലോചിച്ചു, ഹൃദയത്തിൽ ചിന്തിച്ചു എന്നാണ് അതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ വരുന്നത്. ഉടനെ തന്നെ അവൾക്ക് ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ അതിനവൾക്ക് മറുപടി നൽകുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ ദൈവദൂതനിൽ നിന്ന് കൃത്യമായൊരു മറുപടി ലഭിച്ച ഉടൻ തന്നെ അവൾ ഒരു സമ്പൂർണ്ണ സമർപ്പണം, അതായത് വിശ്വാസത്തിൻ്റെ സമർപ്പണമാണ്. കാരണം അന്ന് വരെയുള്ള ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ഒരു അഭൗമികമായുള്ള ഒരു പ്രകാശ വലയത്തിനുള്ളിലായിരുന്നു അവൾ. ഇന്ന് വരെയും ഒരു കന്യക ഗർഭിണി ആകുന്നു എന്നുള്ളത് അവൾ കേട്ടിട്ടില്ല. ആ കാലഘട്ടം വരെ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ലാത്തതും അതേസമയം ഒരു കന്യക ഗർഭം ധരിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ചൊക്കെ വ്യക്തമായി അറിയാവുന്ന മറിയമാണ്. ദൂതനിൽ നിന്നുള്ള ഈ സംശയ നിവാരണം കേട്ട ഉടനെ സമ്പൂർണമായൊരു സമർപ്പണം, അതായത് നമ്മൾ കുറച്ച് മുമ്പ് ചിന്തിച്ചായിരുന്നല്ലോ, നിരന്തരം ദൈവത്തോട് ആലോചന ചോദിച്ചിരുന്ന ഒരു ശീലം ബാല്യം മുതലേ മറിയത്തിനുണ്ടായിരുന്നു. അത് തന്നെയാണ് ശരിക്കുള്ള ഒരു ഉത്തരം ലഭിച്ചപ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നുള്ള ഒരു മറുപടി. കാരണം ആ ഒരു, അതായത് നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ അല്ലെങ്കിൽ പറുദീസായിൽ ദൈവവും മനുഷ്യനും ഒരേ സ്വരത്തിൽ ആത്മമിത്രങ്ങളെപ്പോലെ ഒരുമിച്ച് ദൈവിക സംസർഗത്തിലായിരുന്നു. പക്ഷേ ആ അനുസരണക്കേട്, അതായത് മനുഷ്യൻ്റെ അനുസരണക്കേട് മൂലം നഷ്ടപ്പെട്ട ദൈവിക സാന്നിധ്യം മനുഷ്യന് തിരിച്ചു തരാൻ വേണ്ടി ഒരു ദൈവത്തിൻ്റെ ദൂതൻ ഒരു കന്യകയുടെ അടുത്തേക്ക് വരികയാണ്.
അപ്പോൾ ആ കന്യകയുടെ മറുപടി അനുസരിച്ചാണ് വീണ്ടും, അതായത് മനുഷ്യനെ നഷ്ടപ്പെട്ടു പോയ പറുദീസ തിരിച്ചു തരാൻ ഈ മറിയത്തിലൂടെ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു വിസ്മരണീയമായ ഒരു സത്യമാണ്, ദൈവിക യാഥാർത്ഥ്യമാണ്. തുടർന്ന് നാം കാണുന്നത് ഈ പരിശുദ്ധ അമ്മ ഈ മംഗളവാർത്ത ലഭിച്ച ഉടനെ തന്നെ തൻ്റെ ഇളയമ്മയായ ഏലിശുബ അല്ലെങ്കിൽ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞിട്ട് മലമുകളിലുള്ള ഒരു ഗ്രാമത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ് അവിടെ പറയുന്നത്. കാരണം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യം, ഒരു കന്യകയാണ്, വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു കന്യക ഗർഭിണിയാണ് എന്നറിഞ്ഞാൽ പൊതുസമൂഹത്തിൽ അവൾ ഉണ്ടാകാവുന്ന ആപത്ത്, അല്ലെങ്കിൽ അവൾ ഇനിയും ഫേസ് ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അവൾക്കറിയാം. എങ്കിലും ആ സമയത്ത് അവൾ തിടുക്കത്തിൽ എലിസബത്തിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ തിടുക്കം അവൾക്കുണ്ടാകാൻ കാരണം എന്ന് പറയുന്നത്, സഭാപിതാക്കന്മാർ പറയുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്: പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ഒരു സ്വരം അല്ലെങ്കിൽ രക്ഷയുടെ സന്ദേശം സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. രക്ഷയുടെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷകന് ജന്മം നൽകാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത അവളാണ് ആദ്യമായിട്ട് കേട്ടിട്ടുള്ളത്. മറ്റാരും ഇത് അറിഞ്ഞിട്ടില്ല. കാരണം ദേവാലയത്തിൽ പുരോഹിതന്മാരുണ്ട്, കാരണം പുരോഹിതന്മാരോടൊപ്പമാണ് അവൾ വളർത്തപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവൾക്ക് ചാർച്ചക്കാരായിട്ട് ദേവാലയ ശുശ്രൂഷകർ ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇവരോട് ആരോടും ഇവൾ ആലോചന ചോദിക്കാൻ പോകുന്നില്ല. അവൾക്ക് സംശയം തോന്നിയ കാര്യം ദൈവത്തോട് ആലോചന ചോദിച്ചു, കൃത്യമായിട്ടുള്ള മറുപടിയും ലഭിച്ചു. തുടർന്ന് ഇവൾ അവിടെ എങ്ങും ആരോട് സംസാരിക്കുന്നില്ല, എലിസബത്തിൻ്റെ അടുത്തേക്ക് തിടുക്കത്തിൽ പോവുകയാണ്. അതിന് കൃത്യമായിട്ട് സഭാപിതാക്കന്മാർ പറയുന്നൊരു കാര്യം, രക്ഷയുടെ സന്ദേശം രണ്ടാമതാണ് മറിയത്തിന് ലഭിക്കുന്നത്. ആദ്യമേ ഈ രക്ഷകൻ്റെ മുന്നോടിയായി ജനിക്കാനിരിക്കുന്ന ഒരു ശിശുവിനെക്കുറിച്ചുള്ള ഒരു സന്ദേശം വേറൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞു, സഖറിയ പുരോഹിതന്. അപ്പം ആ സഖറിയ പുരോഹിതന് ലഭിച്ച ആ സന്ദേശത്തിൻ്റെ ഫലമായിട്ട് എലിസബത്ത് ഇപ്പോൾ ഗർഭിണിയാണ്. കാരണം ഈ മറിയത്തിൻ്റെ ഉള്ളിൽ ഉരുവായിരിക്കുന്ന കുഞ്ഞിന് വഴിയൊരുക്കാനായിട്ട് വന്ന കുഞ്ഞ് വേറൊരു അമ്മയുടെ ഉദരത്തിൽ വളരുന്നുണ്ട്. ആ അമ്മയുടെ അടുത്തേക്കാണ് അവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെടുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച ദിവ്യ സന്ദേശം ഗ്രഹിക്കാൻ സാധിക്കുന്ന ഒറ്റ ഒരാൾ മാത്രമേ അന്ന് ഈ ലോകത്തിലുള്ളൂ, അത് എലിസബത്താണ്. അതുകൊണ്ടാണ് അവൾ തിടുക്കത്തിൽ തനിക്ക് ലഭിച്ച രക്ഷയുടെ സന്ദേശം, ഇതുപോലെ രക്ഷയുടെ സന്ദേശം ലഭിച്ച മറ്റൊരു മാതാവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുവാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ട മാത്രയിൽ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി എന്നുള്ളതാണ്. ഉടനെ തന്നെ എലിസബത്ത് ഉദ്ഘോഷിക്കുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മൾ ഇന്നത്തെ കാലത്തെ പോലെ വയർലെസ് സന്ദേശം അയക്കാനോ മൊബൈൽ ഫോണിൽ മെസ്സേജ് അയക്കാനോ യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ മാതാവാണ് എന്നുള്ളൊരു വാർത്ത എലിസബത്ത് എങ്ങനെ അറിഞ്ഞു? അത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം എലിസബത്ത് ഗർഭിണിയാണെന്നുള്ള കാര്യം ഗബ്രിയേൽ ദൂതൻ പറഞ്ഞിട്ട് മറിയം അറിഞ്ഞു. പക്ഷേ എലിസബത്ത് അറിഞ്ഞിട്ടില്ല മറിയത്തിൻ്റെ ഉദരത്തിൽ ദിവ്യശിശു ഉണ്ടെന്നോ ദൈവത്തിൻ്റെ മാതാവാകാൻ പോകുന്നു എന്നോ അവൾ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ അഭിവാദന സ്വരം കേട്ട മാത്രയിലാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നുദ്ഘോഷിക്കാനുള്ള ഒരു ദൈവിക ജ്ഞാനം എലിസബത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞു നമുക്ക് പിന്നെ വായിക്കാൻ സാധിക്കുന്നത് 3 മാസം ചർച്ചക്കാരിയോടൊപ്പം താമസിച്ചു, തിരിച്ചു പോന്നു എന്നൊക്കെയാണ്. പരിശുദ്ധ അമ്മയുടെ, അതായത് മംഗളവാർത്ത ലഭിച്ച ഉടനെ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ തിടുക്കം അതോടുകൂടി തീരുന്നോ? ഇല്ല. ഈ പരിശുദ്ധ അമ്മ ഈ രക്ഷയുടെ സന്ദേശം ലോകത്തെ അറിയിക്കാൻ ആ സമയത്ത് അവൾക്ക് പറ്റിയില്ല. പക്ഷേ അന്ന് ആ ഒരു സമയത്ത് എലിസബത്തിന് മാത്രമേ ഈ രക്ഷയുടെ സന്ദേശം ഗ്രഹിക്കാനുള്ള ഒരു വിശേഷ ജ്ഞാനം ആ സമയത്തുള്ളൂ. അതുകൊണ്ട് എലിസബത്തിനോടത്ത് മാത്രമേ അവളത് പറഞ്ഞുള്ളൂ. എന്നാൽ അതിനുശേഷം പല സന്ദർഭങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഈ തിടുക്കം കാണുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സന്ദർഭം എന്ന് പറയുന്നത്, യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് കാനായിലെ വിവാഹ വിരുന്നിൻ്റെ ഇടയ്ക്ക് വീഞ്ഞ് തീർന്നുപോയ സന്ദർഭത്തിലാണ്. ഈ ഒരു സന്ദർഭത്തിൽ മാതാവിന് മനസ്സിലായി ഇവിടെ വീഞ്ഞ് തീർന്നുപോയി എന്ന്. ആ സന്ദർഭത്തിൽ ഈശോയെ സമീപിച്ച് പറയുവാണ് അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ ഈശോ തിരിച്ചു പറയുവാണ്, അതിന്
നിനക്കും എനിക്കും എന്താ? എൻ്റെ സമയം ഇനി ആയിട്ടില്ല. അപ്പോൾ സമയമാകുന്നതിന് മുമ്പ് തന്നെ പുത്രനെ കൊണ്ട് തൻ്റെ മഹത്വം വെളിപ്പെടുത്താനുള്ള ഒരു തിടുക്കം അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ, അതായത് ഈശോ മരിച്ചു കഴിഞ്ഞു, കബറടക്കപ്പെട്ടു, ഉത്ഥാനം ചെയ്തു. അപ്പോൾ ഉത്ഥാനം ചെയ്തതിൻ്റെ 40-ാം ദിവസം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭം വരെയും 40 ദിവസങ്ങളുടെ ഈ ഒരു ഇടവേളയിൽ പല സന്ദർഭത്തിൽ ശിഷ്യന്മാരോട് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. നേരത്തെ പരസ്യ ജീവിതകാലത്തായിരുന്ന സമയത്ത് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി. പക്ഷേ എങ്കിലും അവരുടെ മനസ്സിൽ അതൊന്നുമില്ല. പക്ഷേ ഈശോ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം നാനാദിശകളിലേക്ക് ചിതറിപ്പോയ ശിഷ്യന്മാരെല്ലാം സെഹിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മ ഒരുമിച്ച് കൂട്ടി. അതായത് അവിടെയും അമ്മയുടെ ഒരു തിടുക്കം നമുക്ക് കാണാൻ പറ്റും. ചിതറിക്കപ്പെട്ട ശിഷ്യഗണത്തെ ഒരുമിച്ച് ചേർത്തിട്ട് അമ്മയ്ക്ക് ഈശോ പറഞ്ഞ ഒരു കാര്യം അമ്മയുടെ മനസ്സിലുണ്ട്. അതായത് സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ഉടനെ ഒരു സഹായകനെ, യുഗാന്ത്യം വരെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ഒരു സഹായകനെ അയക്കുമെന്ന് ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്തും അതുപോലെ തന്നെ ഉത്ഥാനം ചെയ്തതിന് ശേഷമുള്ള 40 ദിവസത്തെ ആ ഒരു ഇടവേളയിലും പല തവണ പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാരതെല്ലാം മറന്നുപോയി. പക്ഷേ ഈശോ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർത്ത് അതിന് ഈ ചിതറിപ്പോയ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി അമ്മ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഈ ചിതറിക്കപ്പെട്ടവരെ ഒരുമിച്ച് ചേർക്കാനുള്ള അമ്മയുടെ തിടുക്കം, അതായത് ഈ പരിശുദ്ധാത്മാവായ എന്ന് പറയുന്ന സഹായകൻ വന്നേ പറ്റൂ. കാരണം ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ യുഗാന്ത്യം വരെ, അതായത് കർത്താവ് തമ്പുരാൻ്റെ 2ാം വരവ് വരെ തുടരണം. അതിന് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ ശിഷ്യന്മാരുടെ മേൽ ഈ സഹായകൻ വന്നെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അമ്മ ഈ തിടുക്കമാണ് ഈ ഒരു സന്ദർഭത്തിൽ, അതായത് അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം തിടുക്കമുണ്ട് എങ്കിലും ഒരു 3 സന്ദർഭങ്ങളിൽ അമ്മയുടെ ജീവിതത്തിൽ അമ്മ ഈ ഒരു തിടുക്കത്തിൻ്റെ കാരണം രക്ഷയുടെ സന്ദേശം പറഞ്ഞു കൊടുക്കണം. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും തനിക്ക് ലഭിച്ച രക്ഷയുടെ സന്ദേശം എത്തിക്കണം. അതിന് അമ്മ ഏതെല്ലാം തരത്തിൽ ശിഷ്യന്മാരെ ഒരുക്കേണ്ട സമയത്താണെങ്കിൽ അങ്ങനെ അത് അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. വീണ്ടും പരിശുദ്ധ അമ്മയെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സന്ദർഭം, ഈശോ ജനിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ പറയുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹെറോദേസ് മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ച് ഗലീലയിലേക്ക് വരാൻ പറയുന്നു. ഈ സന്ദർഭങ്ങളിലൊന്നും പരിശുദ്ധ അമ്മ തിരിച്ച് ദൈവത്തോട് ചോദിക്കുന്നതായിട്ട് നമ്മളെങ്ങും കാണുന്നില്ല, ഇതെന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. കാരണം അതിന് വ്യക്തമായ മറുപടി നമ്മുടെ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിനകത്ത് 2-ാം അധ്യായത്തിനകത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, അതായത് ഈശോയെ ദേവാലയത്തിൽ 40-ാം ദിവസം കാഴ്ച സമർപ്പിക്കുന്നു. ആ സമയത്ത് നമുക്കറിയാവുന്നതുപോലെ നീതിമാനായ ശിമയോൻ ഈശോയെ കയ്യിലെടുത്തുകൊണ്ട് മാതാവിനോട് ചില കാര്യങ്ങൾ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ അമ്മ തുടർന്ന് വരുന്ന ഒരു ദൈവവചനം ഇപ്രകാരമാണ്: അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ഈശോ ജനിച്ച സന്ദർഭത്തിലും ഇതുപോലെ തന്നെ ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട ആട്ടിടയന്മാരോട് പറയുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾക്കായിട്ടൊരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഈ ആട്ടിടയന്മാർ ഈ ദിവ്യശിശുവിനെ കാണാൻ വന്നു, അവരെല്ലാം ഉദ്ഘോഷിച്ചു. ആ ഒരു സന്ദർഭത്തിലും അവിടെ പറയുന്നൊരു കാര്യം ഇതാണ്: മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. അതായത് ഈ ഗാഢമായ ചിന്ത എന്ന് പറയുന്നത് അവൾ ഓരോ നിമിഷവും തൻ്റെ ജീവിതത്തിൽ ഈശോ, അതായത് ദൈവപുത്രനാണെന്നുള്ള കാര്യം അമ്മയ്ക്ക് നന്നായിട്ടറിയാം. ഈ ദൈവപുത്രൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം അവൾ ദൈവത്തോടൊത്താണ് ആലോചിക്കുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ പരിഹാരമെന്ന്. കാരണം പുറത്തോട്ട് അവൾ മൗനം പാലിക്കുകയാണ്. ആരോടും, ഇപ്പം ജോസഫിനോടും പ്രത്യേകിച്ച് ഒത്തിരി ഒന്നും ഉത്കണ്ഠയോട് സംസാരിക്കുന്നതായിട്ട് ഒന്നും കാണുന്നില്ല. ഒത്തിരി ജീവിതത്തിൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴും ഈ അമ്മ, അതായത് എല്ലാ കാര്യങ്ങളും ദൈവത്തോടൊത്ത് ആലോചിക്കുകയാണ്. ആ ആലോചന അവളുടെ ഉള്ളിൽ നടക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, മറിയത്തിന് ബാല്യം മുതലേ തന്നെ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ കണ്ടെത്താനുള്ള ഒരു അന്വേഷണ ബുദ്ധി അവളിൽ രൂഢമൂലമായിരുന്നു. അപ്പം നമുക്കറിയാം, നമ്മളിപ്പം സ്വാഭാവികമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാനും കണ്ടെത്താനും ഒക്കെയുള്ള ഒരു ആർജവത്വവും അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും നമുക്കറിയാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളിൽ നിന്ന് മറയ്ക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ പോലും അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു
ശൈലി നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന അന്വേഷണ ബുദ്ധി, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകണം. അതുകൊണ്ട് എൻ്റെ ജീവിതം, കാരണം അവൾ ബാല്യത്തിൽ തുടങ്ങിയുള്ള ചിന്ത ഇതാണ്, ഞാൻ ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റേണ്ടവളാണ്. അതുകൊണ്ട് ആ ഒരു അന്വേഷണ ബുദ്ധിയിലാണ് ഈ ഹൃദയത്തിൽ സംഗ്രഹിച്ചുള്ള ധ്യാനത്തിലൂടെ അവൾ ആർജിച്ചെടുത്ത ഒരു വലിയ ദൈവിക പുണ്യം. ഇതിന് ശേഷം നമുക്കറിയാം, ഈശോ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ പിന്നെ 12-ാമത്തെ വയസ്സിൽ ഈശോ ദേവാലയത്തിൽ കാണാതെ പോകുന്നുണ്ട്. അതൊരു നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം അവിടെ അമ്മ ചോദിക്കുന്നുണ്ട്. എൻ്റെ മകനെ, നീ ഞങ്ങളോട് എന്താ ഇങ്ങനെ ചെയ്തേ? നിൻ്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നില്ലേ? അപ്പോൾ ഈശോ മറുപടി പറഞ്ഞത് അമ്മ കേട്ടു. അതായത് ഈശോ പറയുവാണ്, നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ അമ്മ തിരിച്ച് അവിടെ ഒന്നും പറയുന്നില്ല. അവിടെ ആ ഒരു ദൈവവചനം അല്ലെങ്കിൽ ആ പാരഗ്രാഫ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അമ്മയാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കാരണം അമ്മയ്ക്ക് ഈ ഈശോയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അത്ര കൃത്യമായിട്ട് മനസ്സിലാകുന്നൊന്നുമില്ല. എന്നാൽ മനസ്സിലാക്കാൻ എന്ന് വെച്ചാൽ അമ്മ തിരിച്ചവിടെ ഒരു പ്രതികരണവും വലുതായിട്ട് നടത്തുന്നില്ല. പക്ഷേ ഇതെല്ലാം ഈശോയുടെ ജീവിതത്തിലും സ്വന്തം ജീവിതത്തിലും സംഭവിക്കുന്നതൊക്കെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിന്ത എന്ന് പറയുന്നത് ദൈവത്തോടൊത്തുള്ള ആലോചന. എന്നിട്ട് ഇതിലൂടെ ദൈവം എന്താണോ എൻ്റെ ജീവിതത്തിലൂടെ ആഗ്രഹിക്കുന്നത് അത് നിറവേറ്റണം. അത് മാത്രമേ ഉള്ളൂ അമ്മയുടെ ജീവിതത്തിൽ. കാരണം ഇന്നും ഇത്രമാത്രം, അതായത് 2025 വർഷങ്ങളോളം കഴിഞ്ഞു. ഈശോയുടെ തിരുനാളുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രസക്തമായിട്ട് തിരുസഭ ആചരിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുനാളുകളാണ്. ഇന്നും പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾക്ക് യാതൊരു കോട്ടവും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. കാരണം ഇതാണ്, അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കേണ്ട അല്ലെങ്കിൽ മാതൃകയാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരിയേറെ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് ജീവിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി തിടുക്കങ്ങളുണ്ട്, നമ്മൾ ഒത്തിരി അന്വേഷണ ബുദ്ധിയുള്ളവരാണ്. പക്ഷേ പരിശുദ്ധ അമ്മ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവത്തോടൊത്ത് ചേർന്ന് ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട് അന്വേഷണവും തൻ്റെ ചിന്തയും തൻ്റെ ബുദ്ധിയും കേന്ദ്രീകരിച്ചു. അതുകൊണ്ട് പരിശുദ്ധ അമ്മ വളരെ ശാന്തമായിട്ടാണ് ജീവിച്ചത്. അങ്ങനെ വലിയ ഉത്കണ്ഠകളോ ആകുലതകളോ ഉള്ളതായിട്ട് ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ഞങ്ങൾ നിന്നെ ഉത്കണ്ഠയോടെ അന്വേഷിക്കുകയായിരുന്നല്ലോ, നീ എന്തുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു? ഇതേ മാതാവ് തന്നെയാണ് നമുക്ക് അവസാനം കാണാൻ പറ്റുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ. ഈ കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ നിൽക്കുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. പരിശുദ്ധ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയായിരുന്നു. അതായത് ഈശോയുടെ ജീവിതത്തിലുടനീളം ഈശോയുടെ പാതയിൽ അതേ രീതിയിൽ തന്നെ അമ്മയെ സഞ്ചരിക്കുകയായിരുന്നു. കാരണം ഈശോ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അമ്മയ്ക്ക് അറിയാവുന്നതുപോലെ ഈശോയെ വേറെ ആർക്കും അറിയത്തില്ല. ദൈവത്തിൻ്റെ പുത്രനാണെന്നും ദൈവദൂതൻ്റെ മുന്നിൽ അമ്മ എന്തൊക്കെയാണോ സമർപ്പിച്ചത് അത് ജീവിതത്തിലുടനീളം അമ്മയ്ക്ക് മാത്രമേ വ്യക്തമായിട്ട് അറിയത്തുള്ളൂ, മറ്റാരെയും കാണും. അപ്പം ഈ അമ്മ ഈശോയെ നിരന്തരം അനുധാവനം ചെയ്തിരുന്നു. ആ നിരന്തരമുള്ള അനുധാവനത്തിലൂടെ ഈ ഓരോ കാര്യങ്ങളും അതാത് സമയങ്ങളിൽ മാത്രമേ വ്യക്തമാകുന്നുള്ളൂ. അവസാനം കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴും അമ്മ വലിയ ആകുലത ഉണ്ടായിരുന്നെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിലും ബൈബിള് പറയുന്നത് ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ നിൽക്കുകയായിരുന്നു എന്നാണ്. അമ്മ ഈ തലേ ദിവസം തുടങ്ങിയുള്ള ചാട്ടവാറടിയും അതുപോലെ തന്നെ കുരിശ് ചുമക്കുന്നതൊക്കെ അമ്മ കണ്ടു. ഈ പുത്രനെ നിരന്തരം അനുധാവനം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. എന്നിട്ടും അമ്മ അവിടെ തളർന്നു വീണു എന്ന് പറയുന്നില്ല. അമ്മ അവിടെ നിൽക്കുകയായിരുന്നു. അമ്മയ്ക്ക് എങ്ങനെ കിട്ടി ഇങ്ങനെ നിൽക്കാനുള്ള ആത്മധൈര്യം? അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ, അമ്മയുടെ ജീവിതത്തിൽ നിരന്തരം അമ്മയ്ക്കുണ്ടായിരുന്ന അന്വേഷണ ബുദ്ധി. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നിറവേറണം, അത് മാത്രമേ ഉള്ളൂ അമ്മയുടെ ജീവിതത്തിൽ. അതാണ് ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാനുള്ള ആത്മധൈര്യം അമ്മയ്ക്ക് കിട്ടിയത്. അതുമാത്രമല്ല, നമ്മുടെ ദുഃഖവെള്ളി, അതായത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ദുഃഖവെള്ളിയുടെ ഒരു ശ്രീഭാവന്ദന ശുശ്രൂഷയുണ്ട്. അതായത് ഈശോ മരിച്ചതിന് ശേഷം കബറടക്കപ്പെട്ടു. അപ്പോൾ കബറടക്കപ്പെടുന്ന സമയത്ത് മാതാവ് നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവിടെ നമുക്ക് സഭാപിതാക്കന്മാർ ധ്യാനിച്ച് എഴുതിയ പ്രാർത്ഥനകളാണ് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ചൊല്ലുന്നത്. അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവിടെ പരിശുദ്ധ അമ്മ കുറച്ച് സഖിമാരോടൊത്ത് ദുഃഖിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ പറയുന്ന ഒരു കാര്യമാണ്: മകനെ ദിശകളിലെങ്ങും പോയി നിൻഹാശാഫലം ഉൾക്കൊള്ളാൻ, ലോകരെ ആഹ്വാനം ചെയ്യാൻ ചിറകുകൾ ഞാൻ ആർജിച്ചെങ്കിൽ. അതായത് അമ്മയ്ക്ക് വിഷമമുണ്ട്,
ഈശോ കാരണം സ്വന്തം പുത്രനാണ്, അത്രമാത്രം നോർമലായിട്ടുള്ളൊരു മരണമല്ല ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അതിക്രൂരവും അതികഠിനവുമായിട്ടുള്ള ഒരു വേദനയിൽ സഹിച്ചുകൊണ്ട് മരിച്ച ഒരു മകനാണ്. സ്വാഭാവികമായിട്ടും ഒരമ്മയ്ക്ക് ആ ഒരു സങ്കടമുണ്ട്. പക്ഷേ അമ്മ പറയുവാണ്, അമ്മയ്ക്ക് ആ ഒരു സമയത്ത് ദൈവം ഉള്ളിൽ നിറച്ചു കൊടുത്ത ഉത്ഥാനത്തിൻ്റെ പ്രത്യാശ. അതാണ് ഞാനീ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ നിൽക്കാൻ അമ്മയ്ക്ക് ആത്മശക്തി കൊടുത്തത് ഈശോ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ശിഷ്യന്മാരോട്. പക്ഷെ അവർക്കതിനെക്കുറിച്ച് ബോധ്യമില്ല. പക്ഷേ അമ്മയ്ക്ക് കൃത്യമായിട്ടറിയാം, ഈശോ പറഞ്ഞിട്ടുണ്ട് 3-ാം ദിവസം ഉത്ഥാനം ചെയ്യും. അപ്പം ഉത്ഥാനത്തിൻ്റെ പ്രത്യാശ നിറഞ്ഞു നിന്ന അമ്മയാണ് കുരിശിൻ്റെ ചുവട്ടിൽ ആത്മധൈര്യത്തോട് നിന്നത്. അതിനുശേഷം നമ്മൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് കേൾക്കുന്ന ഒരു കാര്യം, മോനെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ നിൻ്റെ ഈ കഷ്ടപ്പാട് നിൻ്റെ ദുഃഖവും സകല മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഞാൻ പറന്നുപോയി അറിയിച്ചേനെ എന്നാണ്. അപ്പം അത്രമാത്രം ഈ ഈശോയെക്കുറിച്ചുള്ള രക്ഷകനാണെന്നും ഈശോയാണ് ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും രക്ഷകനായിട്ട് അവതരിച്ചതെന്നും ഉള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ അമ്മയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥനകളാണ്. മകനെ ദിശകളിലെല്ലാം പോയി നിൻ്റെ ഹാശ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്, അത് നമുക്കറിയാവുന്നതാണ്. ഈ സഹനത്തിൻ്റെയും ഈ കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഒക്കെ ഫലം ആർജിച്ചെടുക്കാൻ ലോകത്തിലുള്ള എല്ലാവരോടും ഞാൻ പോയി ആഹ്വാനം ചെയ്യാം. കാരണം ഇന്നും ഏറ്റവും അധികം സ്വർഗത്തിൻ്റെ സന്ദേശം പലരിലും എത്തുന്നുണ്ട് പരിശുദ്ധ അമ്മ വഴിയായി. അത് ശരിക്കും പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്ന് നമ്മൾ കേൾക്കും. അത് കുറച്ച് ആ കൂടിയിരിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി അല്ല അമ്മ വരുന്നത്. ഈ സ്വർഗത്തിൻ്റെ സന്ദേശം ഇന്നും ജനത്തെ അറിയിക്കാൻ അമ്മ നിയുക്തയാണ്. കാരണം അമ്മ സഹരക്ഷകയാണ്. അതായത് മാലാഹയുടെ മുന്നിൽ പറഞ്ഞ അതേ വിശ്വാസത്തിൻ്റെ സമർപ്പണം തന്നെ ഈശോയുടെ മരണം വരെ, ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയുടെ വിശ്വാസം വരെയും നമുക്ക് ധ്യാന വിഷയമാക്കാൻ ഒത്തിരിയേറെ ചിന്തകളുണ്ട്. മാത്രമല്ല ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മ ത്രിലോകരാജ്ഞിയെ മുഴുധരിപ്പിക്കപ്പെട്ട അമ്മയാണ്. അപ്പം സ്വർഗത്തിൻ്റെ സന്ദേശം മനുഷ്യരെ അറിയിച്ചുകൊണ്ട് ആ രക്ഷ സകലിലും എത്തണം എന്നുള്ള ഒരു വലിയ തീക്ഷ്ണമായ ആഗ്രഹം പരിശുദ്ധ അമ്മയിൽ ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഇന്ന് ഈ അമ്മയിൽ നിന്ന് ആർജിച്ചെടുക്കാവുന്ന മാതൃക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ജീവിതം മുഴുവനും ദൈവ ഇഷ്ടം നിറവേറ്റുക. അതിനുവേണ്ടി നമ്മൾ ഒത്തിരി ഒന്നും കഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ തിക്കിലും തിരക്കിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെതായിട്ടുള്ള ചുറ്റുപാടുകളിലൊക്കെ നമുക്ക് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഇതിന് സാവകാശം കിട്ടും, സമയം കിട്ടും, അതൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മൾ ദൈവത്തോടൊത്ത്, അതായത് പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ ഈശോയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അന്വേഷണ ബുദ്ധി, ദൈവത്തിൻ്റെ ഇഷ്ടം ഇതിലൂടെ എന്താണ് നിറവേറേണ്ടതെന്ന് നിരന്തരം ദൈവത്തോട് ആലോചന ചോദിച്ചു. ഇത് തന്നെയാണ്. ഇതിന് നമുക്ക് അധിക സമയം വേണ്ട. അപ്പോൾ നമുക്കും ഈ ഒരു ജനന തിരുനാളിൽ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അമ്മയുടെ ജീവിതത്തിൽ അമ്മ നമുക്ക് വേണ്ടി കാണിച്ചു തന്ന ഈ ഒരു മാതൃക നമുക്ക് വിശ്വാസത്തോടു കൂടി അനുകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ ദൈവവചനം, കാരണം വചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ചവളാണ് പരിശുദ്ധ അമ്മ. നമുക്ക് ഈ ദൈവവചനത്തിന് വേണ്ടി മറ്റെങ്ങും അലയേണ്ട കാര്യമില്ല. നമ്മുടെ ഭവനത്തിൽ തന്നെയുണ്ട് വിശുദ്ധ ഗ്രന്ഥം. ദൈവിക യാഥാർത്ഥ്യങ്ങളും ദൈവിക രഹസ്യങ്ങളും ദൈവത്തിൻ്റെ തിരുമനസ്സ് നമുക്കതിലൂടെ അറിയാൻ പറ്റും. ഒരല്പസമയം എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് സമയം മാറ്റി വെച്ചാൽ മതി. ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ജീവിക്കാനുള്ള ഒരു ആത്മീയ സുഹൃതം നമ്മളിൽ നിറയും. പരിശുദ്ധ അമ്മ നമുക്ക് ഏവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ജനന തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.